ഹായ് ഫ്രണ്ട്സ്, റോയൽ ടിപ്സ് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 500 ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇത് സെൽഫ് സ്റ്റാർട്ട് പ്രോബ്ലമാണ്. അപ്പോൾ സെൽഫ് സ്റ്റാർട്ട് പ്രോബ്ലത്തിൻ്റെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് പല കാരണം കൊണ്ട് സെൽഫ് നമ്മുടെ വർക്കാവാതെ വരും. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തത് അത് സ്പ്രാഗ് ക്ലച്ചിൽ 1 വേ ക്ലച്ച് ഇതിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് സെൽഫ് വർക്കായിരുന്നത്. ഇത് മറ്റൊരു റീസണാണ്. അപ്പോൾ അതെന്താ നമുക്ക് വീഡിയോയിൽ മനസ്സിലാക്കാം. ഫ്രണ്ട്സ്, ഇതാണ് വണ്ടി, റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 500 ആണ്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ട് പ്രോബ്ലമാണ്. ഇത് സെൽഫ് അടിക്കുമ്പോഴത്തേക്ക് ടക്ക് ടക്ക് എന്ന് അടിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളെ ഇഗ്നീഷൻ കീ ഓൺ ചെയ്തിട്ടുണ്ട്, സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമ്മളൊന്ന് സെൽഫ് അടിച്ച് നോക്കുകയാണ്. കേട്ടില്ലേ, ഞാനിപ്പോൾ സെൽഫ് അടിക്കുകയാണ്. സെൽഫ് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു സൗണ്ട് മാത്രമേ കേൾക്കൂ. ഈ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ബാറ്ററി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ലൈറ്റ് ബ്ലിങ്ക് ആവുകയൊന്നും ചെയ്യുന്നില്ല, ബാറ്ററി ഫുൾ ചാർജ് ആണെങ്കിലും സെൽഫ് അടിച്ചിട്ട് നമ്മൾ സെൽഫ് സ്റ്റാർട്ടാവുന്നില്ല. ഈ ഒരു സൗണ്ട് മാത്രം. ഇതിൻ്റെ റിലേ സ്റ്റാർട്ടറിൽ നിന്നാണ് ഈ സൗണ്ട് വരുന്നത്. ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടർ റിലേ. നമുക്ക് റിലേയുടെ വയറും കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടർ. അപ്പോൾ മോട്ടർ നമ്മൾ സെൽഫ് അടിച്ചിട്ട് മോട്ടറിന് ഒരു അനക്കവും ഇല്ല, അതായത് മോട്ടറിലേക്ക് സപ്ലൈ വരുന്നില്ല. അതാണ് പ്രോബ്ലം. നമുക്കിതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മളെ മോട്ടറിലേക്ക് കറണ്ട് വരുന്നുണ്ടെന്ന് അറിയാണ്ട് ഈ കവർ അഴിച്ചെടുക്കണം. കവർ അഴിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം റിലേന്ന് നമ്മുടെ മോട്ടറിലേക്ക് സപ്ലൈ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതാദ്യം ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് റിലേ പോയതാണോ മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണോ നമുക്ക് അറിയാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് നമുക്ക് അഴിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ മോട്ടർ. ഇതാണ് നമ്മുടെ റിലേന്ന് വരുന്ന വയറാണിത്. വയർ നമ്മുടെ എവിടെയാണ് കണക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇത് പോസിറ്റീവ് ലൈനാണ്, അതേപോലെ ഇത് നെഗറ്റീവ് ലൈനാണ്. നമുക്ക് ഈ പോസിറ്റീവ് ലൈനിലേക്ക് കറണ്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ബൾബും 2 വയറും എടുത്തിട്ടുണ്ട്. ഇതൊരു ഹോൾഡറാണ്, ചെറിയ ഹോൾഡറാണ്. അതിനകത്തൊരു ബൾബാണ് ഇത് ഉള്ളത്. അപ്പോൾ നമ്മൾ റിലേ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ നമ്മുടെ ഈ ബൾബിൻ്റെ ഒരു വയർ ഈ പോസിറ്റീവ് ലൈനിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ വശമാണിത്. ഇത് നമ്മൾ എർത്തിലാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ടാണ് ഞാനിത് അഴിച്ചിട്ട് വയറോടെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിത് എർത്ത് അതേപോലെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ട് നമുക്ക് സെൽഫ് അടിക്കാം. സെൽഫ് അടിച്ചിട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ നമ്മുടെ ബൾബിൻ്റെ വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വയർ ഇതിൻ്റെ പോസിറ്റീവിൽ കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ റിലേന്ന് വരുന്ന പോസിറ്റീവ് ലൈനിൽ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വയർ നമ്മൾ ഇവിടെ എർത്തിൽ കൊടുത്തിട്ടുണ്ട്, ബോഡി എർത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ചാവി ഓൺ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് സെൽഫ് അടിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സെൽഫ് അടിക്കുന്നുണ്ട്. സെൽഫ് അടിച്ചിട്ടും ബൾബിനൊരു അനക്കം കാണിക്കുന്നില്ല. ബൾബൊന്ന് ചെറുതായിട്ട് പോലും ലൈറ്റ് കത്തുന്നില്ല. അതിനർത്ഥം ഇതിലേക്ക് പോസിറ്റീവ് ലൈൻ വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് വർക്കാവാത്തത്, ബൾബ് കത്താത്തത്. ഇനി നമുക്ക് പുതിയ റിലേ വെച്ചിട്ട്, ഇപ്പോൾ നമ്മുടെ റിലേ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പുതിയ റിലേ വെച്ചിട്ട് ഇത് ഞാൻ ഒന്നുകൂടെ ഇത് എങ്ങനെ ചെക്ക് ചെയ്യുന്നത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇത് പുതിയ വെച്ചിട്ട് ഇത് ലൈറ്റ് കത്തോ ഇല്ലെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പുതിയ റിലേ വെച്ചിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ റിലേ. അപ്പോൾ നമുക്ക് ഈ റിലേ അഴിച്ചെടുത്തിട്ട് പുതിയ റിലേ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം.
ഇതാണ് നമ്മുടെ റിലേ സ്റ്റാർട്ടർ. ഇതിന് 3 വയർ വരുന്നുണ്ട്. ഇത് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ലൈനാണ്. ആ ലൈൻ നേരെ റിലേയിൽ വരുന്നുണ്ട്. ഇത് റിലേന്ന് ഔട്ട് പോകുന്ന വയറാണിത്. ആ വയറാണ് ഇവിടെ മോട്ടറിൽ കണക്റ്റ് ആയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ റിലേ സ്റ്റാർട്ടർ. ഇത് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഇത് സെൽഫ് വർക്കാവാത്തത്, ടക്കൊക്കെ അടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയിട്ട് പുതിയത് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ പുതിയ റിലേ സ്റ്റാർട്ടർ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 890 രൂപയാണ്. ഇതിട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ പുതിയ റിലേ സ്റ്റാർട്ടർ. ഇത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. പുതിയ റിലേ നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈൻ കണക്ട് ചെയ്യണം. ബാറ്ററിയുടെ നെഗറ്റീവ് ലൈൻ കണക്ട് ചെയ്യണം. ഇനി നമ്മളെ പോസിറ്റീവ് ലൈൻ മോട്ടറിലേക്കുള്ള ഔട്ട് ലൈനാണ്. ഇത് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ബൾബ് നമ്മളെ ഹോൾഡറിൻ്റെ ഒരു ഇതിൽ പോസിറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ബോഡി എർത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓണാക്കി ഇതുണ്ടല്ലേ, നമ്മൾ സെൽഫ് അടിക്കുമ്പോഴത്തേക്ക് ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ മോട്ടർ വർക്കിംഗ് ആണ്.
നേരത്തെ ടക്ക് ടക്കെന്ന് അടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം ബൾബ് കത്തുന്നുണ്ട്, കണ്ടില്ലേ? നമ്മൾ സെൽഫ് അടിക്കുന്നതനുസരിച്ച് ബൾബ് കത്തുന്നുണ്ട്. അപ്പം നമ്മുടെ മോട്ടറിലേക്ക് ലൈൻ വരുന്നതാണ്. ഇതിലിരുന്ന റിലേ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് ഈ ബൾബ് കത്താതിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് സെൽഫ് അടിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇത് വർക്കിംഗ് ആണ്. കേട്ടോ, ഇത് റിലേ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് സെൽഫ് സ്റ്റാർട്ട് വർക്കാവുമായിരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഒരു ഹോൾഡറും 2 വയറും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ റിലേ കംപ്ലൈൻ്റ് ആണോ അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നമ്മൾ മോട്ടർ വയറെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല, ഇപ്പം അഴിച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.